സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. പലയിടത്തും പ്രതിസന്ധി മൂലം പൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണം ഉയരുകയാണ്. മെനുവിലെ ഇനങ്ങൾ കുറച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ചില ഹോട്ടലുകൾ. അത്യാവശ്യ പാചകത്തിന് വിറകിനെ ആശ്രയിക്കുകയാണ് ചിലർ. മുൻഗണനാക്രമത്തിൽ മാത്രമേ സംസ്ഥാനത്ത് പാചകവാതകം വിതരണം ചെയ്യാവൂ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. റഹീസ് റഷീദ്, നിതിൻ സേവ്യർ, AK അഭിലാഷ് എന്നിവർ ചേരുന്നു. ആദ്യം റഹീസ് റഷീദിലേക്ക് പോവുകയാണ്. റഹീസ് തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് ഈ പാചകവാതക പ്രതിസന്ധി മൂലം ഓരോ ദിവസവും ഈ പൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഈ ജോലി ആവശ്യത്തിന്, പഠന ആവശ്യത്തിനൊക്കെ ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്ന ഒരിടമാണ്. അവിടുത്തെ ഹോസ്റ്റലുകളുടെ അവസ്ഥ, ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. അവരുടെയൊക്കെ ജീവിതം വല്ലാത്ത ദുസ്സഹമായി മാറിയിരിക്കുകയാണോ? എന്താണ് നിലവിലത്തെ സാഹചര്യം തലസ്ഥാനത്ത്? ഗുഡ് മോർണിംഗ് ആര്യ, റോഷ്നി. സംസ്ഥാനത്താകെ ഗാർഹിക ഉപഭോഗത്തിനുള്ള പാചകവാതകം കിട്ടുന്നുണ്ട് എന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല. പക്ഷേ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാചകവാതകം തീരെ കിട്ടാനില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതാണ്ട് ഹോട്ടൽ അസോസിയേഷൻ പറയുന്നത് 50% ഹോട്ടൽ സംസ്ഥാനത്ത് പൂട്ടിയെന്നാണ്. പക്ഷേ സർക്കാർ പറയുന്നത് 20-25% ഹോട്ടലുകൾ മാത്രമേ പൂട്ടിയിട്ടുള്ളൂ എന്നതാണ്. എന്തായാലും ഹോട്ടലുകൾ നിരവധി പൂട്ടിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന പ്രദേശത്തൊക്കെ സ്റ്റാച്ചുവും അതിനു മുമ്പൊക്കെ നിരവധി ഹോട്ടലുകൾ ഉള്ളതാണ്. രാവിലെ തുറക്കുന്ന പല ഹോട്ടലും നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്തു വന്നപ്പോൾ രാവിലെ കാലിച്ചായ കൊടുക്കുന്ന ഹോട്ടലുകൾ പോലും അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കാണാനുള്ളത്. ഹോട്ടലുകൾ മാത്രമല്ല, ആര്യ പറഞ്ഞതുപോലെ ഹോസ്റ്റലുകളിൽ ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുകളുണ്ട്, സ്റ്റുഡൻസ് ഹോസ്റ്റലുകളുണ്ട്. അവിടെ ഒന്നും ഭക്ഷണം ഇന്നലെ മുതൽ പല സ്ഥലത്തും ഭക്ഷണം കൊടുക്കുന്നില്ല. ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നു ഇന്നലെ കൊടുത്തിരുന്നത്. ബാക്കി ഭക്ഷണം കൊടുക്കുന്നില്ല. കാറ്ററിംഗ് രംഗത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ബൾക്കായി ഓർഡർ എടുത്തു. പല ആളുകളും കല്യാണം പോലുള്ള ഫംഗ്ഷനുകൾ നടത്താൻ തീരുമാനിച്ചിട്ട് അതെങ്ങനെ അടുത്ത ദിവസങ്ങളിലൊക്കെ നടത്തും എന്നറിയാതെ കാറ്ററിംഗ് നടത്തുന്ന ആളുകളും ആ കല്യാണമൊക്കെ തീരുമാനിച്ച ആളുകളും വലിയ പ്രതിസന്ധിയിൽ തന്നെ നിൽക്കുകയാണ്. വിറകടുപ്പിലേക്ക് കുറേയധികം ഹോട്ടലുകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ഭക്ഷണവും വിറകടുപ്പിൽ നൽകാൻ കഴിയില്ല എന്നതാണ് പ്രതിസന്ധി. ഗാർഹികമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് ടെക്നിക്കൽ എറർ എന്നാണ് പറയുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിച്ച് അത് നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ ആശ്വാസവുമാണ്. തിരുവനന്തപുരത്തെ സാഹചര്യം നോക്കി ഇനി കൊച്ചിയിലേക്ക് വരാം. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, എല്ലാ ജില്ലകളിലും ഇതേ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ കൊച്ചിയെ സംബന്ധിച്ചാണെങ്കിലും ഈ ക്ലൗഡ് കിച്ചണുകളും ഹോട്ടൽ സംരംഭങ്ങളും ഒക്കെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഈ പാചകവാതക പ്രതിസന്ധി തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ പല ഹോട്ടലുകളിലും ഇങ്ങനെ ചൈനീസ് ഐറ്റങ്ങളെല്ലാം നിർത്തലാക്കിയിരുന്നു. ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് കൊച്ചിയിൽ? കൊച്ചിയിലെ അവസ്ഥ വളരെ പ്രതിസന്ധിയിലാണെങ്കിൽ വളരെ രൂക്ഷമാണെന്ന് തന്നെ പറയാം. ഈ പാചകവാതക ക്ഷാമം കൊച്ചിയെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും അധികം ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്ന ജില്ലകളിലൊന്ന് അത് ഈ കൊച്ചിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ ക്യാൻറ്റീനിലാണുള്ളത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിലവിൽ പ്രതിസന്ധിയൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആശുപത്രി ക്യാൻറ്റീനിലേക്കൊക്കെയുള്ള ഗ്യാസ് കണക്ഷനുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹോസ്റ്റലുകളിലെയും ഹോട്ടലുകളിലെയും അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചണിലെയും ഒക്കെ കാര്യം റോഷിനി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്യാസ് കിട്ടാത്തതിന് നിരവധി LPG കണക്ഷൻ കിട്ടാത്തതിന് നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. സമൃദ്ധി കിച്ചൺ നമ്മൾ കണ്ടതാണ്. ഈ കൊച്ചിയിൽ ഏറ്റവും അധികം ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് അത് കോർപ്പറേഷന്റെ സമൃദ്ധി കിച്ചണാണ്. അപ്പോൾ സമൃദ്ധിയിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും വിറകുകൾ കൊണ്ടുവന്ന് അവിടെ ഭക്ഷണം ഒരുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ചില ഹോട്ടലുകൾ റോക്കറ്റ് ഗ്യാസിലേക്ക് അടക്കം മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ മാത്രം 2000-ലധികം ഹോസ്റ്റലുകളാണ്. അത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളുണ്ട്, ജോലിക്കാർ താമസിക്കുന്ന ഹോസ്റ്റലുകളുണ്ട്. അങ്ങനെ ഹോസ്റ്റലുകളുടെയൊക്കെ പ്രവർത്തനം ഇന്നും കൂടി ആകുമ്പോൾ ഹോസ്റ്റലിലെ പ്രവർത്തനമൊക്കെ വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം, നേരത്തെ റഹീസ് പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ആശുപത്രികളിലേക്ക് ക്യാൻറ്റീനുകളിൽ കൃത്യമായി ഈ LPG കണക്ഷനുകൾ ലഭിക്കുന്നുണ്ട്. അത് കൃത്യമായി ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗികളും അവരുടെ ബന്ധുക്കളും ഒക്കെ ഭക്ഷണം കഴിക്കാൻ സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഗ്യാസ് കണക്ഷൻ കൃത്യമായി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇന്നുകൂടി കഴിയുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കൊച്ചി നഗരം പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അതാണ് കൊച്ചിയിലെ സാഹചര്യം. നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകാം. AK അഭിലാഷ് അവിടെ നിന്ന് ചേരുകയാണ്. അഭിലാഷ്, കോഴിക്കോടും മറിച്ചായിരിക്കില്ല സാഹചര്യം എന്നുള്ളത് വ്യക്തമാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഭക്ഷണത്തിന് വേണ്ടി മാത്രം ആളുകൾ ഒരുപക്ഷെ തേടിയെത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയും ഈ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കും. വളരെ പരിതാപകരമാണ് അല്ലേ? തീർച്ചയായിട്ടും പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഗാർഹിക ഉപഭോക്താക്കളെ തന്നെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോസ്റ്റലുകളെ, കാറ്ററിംഗ് സർവീസുകളെ, ഹോട്ടലുകളെ ഒക്കെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ കോഴിക്കോടുള്ള പ്രസക്തമായ ഒരു ഹോട്ടലിലായിരുന്നു ഉള്ളത്, പാരഗൺ ഹോട്ടലിലാണ്. ഇവിടെ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാചകവാതകം അവർ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വിറകടുപ്പിലേക്ക് മാറി എന്നുള്ളതാണ്. എങ്ങനെയാണ്? വലിയ പ്രതിസന്ധിയാണ്. എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങൾ വിറകടുപ്പ് കെട്ടിയാണ് വിറകിലാണ് ഉപയോഗിക്കുന്നത്. വിഭവങ്ങളൊക്കെ കുറയ്ക്കേണ്ടി വന്നോ? വിഭവങ്ങൾ കുറച്ചില്ല, നേരത്തെ ഉണ്ടാക്കുന്നുണ്ട്. ചെലവ് കൂടില്ലേ? ചിലവ് കൂടും. നമുക്ക് ഇവരുടെ കിച്ചണിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. അവർ എങ്ങനെയാണ് ഇപ്പോൾ പാചകം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. കാരണം കോഴിക്കോട് നമുക്കറിയാം, കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ഇവർ നടത്തുന്നത്. പല സ്ഥലങ്ങളും ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസിന് പകരം വിറകടുപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? ഗ്യാസ് ഇല്ലാതെ ബുദ്ധിമുട്ടാവുന്നു? ഇല്ല, ഇപ്പോൾ റെഡി ആയിട്ടില്ല. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വലിയ ബുദ്ധിമുട്ടാണോ ഗ്യാസ് ഇല്ലാത്തത്? ഇല്ലല്ല, വലിയ പ്രശ്നം ഇവിടെ നമുക്ക് തോന്നിയിട്ടില്ല, പ്രയാസമൊന്നും തോന്നിയില്ല. ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഏതായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. കാരണം വിറകടുപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഹോട്ടലുകളുടെ ഭാഗത്ത് വരുന്നത്. ധാരാളം, നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കോഴിക്കോട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് ഇപ്പോൾ നോമ്പ് കാലമാണ്. നോമ്പ് കാലമായതുകൊണ്ട് തന്നെ മിക്ക ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരു പക്ഷേ ഈ ഒരാഴ്ചയോട് കഴിയുമ്പോൾ ഈ നോമ്പ് കാലം ഒക്കെ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അപ്പോൾ ഹോട്ടലുകളൊക്കെ കൂട്ടമായി തുറക്കുമ്പോൾ ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതാണ് പറയുന്നത്. അത് വലിയ തരത്തിലുള്ള ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കണമെന്നുള്ളൊരു ആവശ്യം ഇവരുടെ ഭാഗത്ത് വരുന്നു. അല്ലെങ്കിൽ കൂട്ടമായി ഈ ഹോട്ടലുകളൊക്കെ അടച്ചിടേണ്ടുന്ന സാഹചര്യം വരുന്നു. ഏതായാലും ഇപ്പോൾ കാറ്ററിംഗ് സർവീസുകളെയും അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകളെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രി ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട് അവിടെ ഗ്യാസ് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയില്ല. പക്ഷേ ഗാർഹിക ഉപഭോക്താക്കളെയും ഇപ്പോൾ വലിയ തരത്തിൽ ഈ പാചകവാതക പ്രതിസന്ധി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. റോഷ്നി, ഉറപ്പായും. AK അഭിലാഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിറക് കത്തിച്ചും ചിരട്ട കത്തിച്ചും ഒക്കെ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമം ഹോട്ടലുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നാലും വിഭവങ്ങളുടെ എണ്ണമൊക്കെ ക്രമാതീതമായി വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും പ്രതിസന്ധിയുടെ ചിത്രം AK അഭിലാഷും റഹീസ് റഷീദും നിതിൻ സേവ്യറും നമുക്ക് കാട്ടിത്തരികയായിരുന്നു.